സസ്യസമൃദ്ധമായ മേഴ്സി നദിയുടെ തീരം, അതൊരു സംഗീതത്തിന്റെ രംഗം. ലോകം മുഴുവൻ സ്വപ്നം കാണുന്ന ഒരു വേദി. ഇവിടെ ഓളം പോലെ ഉയരുന്ന ഒരു ഗാനം, ഏതൊരു കഠിന ഹൃദയന്റെയും ആത്മാവ് കുലുക്കുന്ന വരികൾ. അതെ, ആൻഫീൽഡ്. യു വിൽ നെവർ വാക്ക് അലോൺ എന്ന ആത്മവിശ്വാസം ഹൃദയത്തിൽ കെട്ടിപ്പടുത്ത ഒരുപറ്റം യോദ്ധാക്കളെ ചരിത്രത്തിൽ സമ്മാനിച്ച ലിവർപൂൾ പോയ കാലത്ത് മറക്കപ്പെടേണ്ടിയിരുന്ന ഒരു മത്സരത്തെ കലാകാലാന്തരങ്ങളിലും ഓർപ്പിക്കപ്പെടുന്ന ഒരു സുന്ദര സ്വപ്നം പോലെ വിളിച്ചോടുന്ന മിറാക്കിൾ ഓഫ് ഇസ്താംബുളിലെ നായകന്മാർ. ആൻഫീൽഡിലെ പുല്ലിന് മീതെ ചവിട്ടുന്ന ഒരാളും കാലത്തിന് മുന്നേ കൊത്തിവെച്ച നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന മന്ത്രങ്ങൾ മറക്കില്ല. അത് അവരുടെ വൈവിധ്യത്തെയും ചേർത്തുപിടികളെയും സൂചിപ്പിക്കുന്നു. പറയാം, 2005 ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ നടത്തിയ ഒരു ഗംഭീര തിരിച്ചുവരവിന്റെ കഥ. ലിവർപൂളിന്റെ തിരിച്ചുവരവിന്റെ കഥ പറയാൻ ഒരൊറ്റ വരി മതി. 2005 UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. തുർക്കിയിലെ ഇസ്താംബുൾ അതാതുർക്ക് സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച ആ രാത്രി. ഡഗൌട്ടിന് വെളിയിൽ സ്വതസിദ്ധമായ ശൈലിയിൽ ചുയിങ്ങം ചവച്ചുകൊണ്ട് കാർലോ അൻസലോട്ടി ഒരു ഭാഗത്ത് AC മിലാനെ പടച്ചട്ട അണിയിച്ചിറങ്ങുന്നു. മറുഭാഗത്ത് റാഫേൽ ബെനിറ്റസിന്റെ വിശ്വവിഖ്യാത ചെമ്പടയായ ലിവർപൂൾ കൂട്ടുകെട്ടി കളത്തിലേക്ക് ഇറങ്ങുന്നു. 4-4-1-1 എന്ന ഫോർമേഷനിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയ ലിവർപൂൾ മിഡ്ഫീൽഡിൽ ഇന്നത്തെ റയൽ മാഡ്രിഡ് കോച്ച് സാബി അലോൺസോയും സ്റ്റീവൻ ജെറാർഡും സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം പിടിച്ച് കളത്തിലിറങ്ങി. മറുഭാഗത്തുള്ള മിലാനാവട്ടെ 4-4-2 എന്ന ഡയമണ്ട് ഫോർമേഷനിലും കളത്തിലെത്തി. മിലാൻ ചേരിയിലുള്ള കളിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാനറികൾക്ക് 2002 വിശ്വ കിരീടം നേടിക്കൊടുത്ത കപ്പിത്താൻ കഫു, ലോകം കണ്ട ഏറ്റവും മികച്ച പ്രതിരോധ നിരക്കാരിൽ ഒരുവൻ സാക്ഷാൽ പോൾ മാൽഡീനി. മിഡ്ഫീൽഡിൽ ആന്ദ്രെ പിർലോ, ക്ലാരൻസ് സീഡോഫ്, ബ്രസീലിയൻ മാണിക്കം കാക്ക, വലതുഭാഗത്ത് എതിരാളിയെ വിറപ്പിക്കുന്ന ശൗര്യഭാവക്കാരൻ ഇറ്റാലിയൻ ഗട്ടുസോ, മുന്നേറ്റത്തിൽ കുന്തമനയായി അർജന്റീനിയൻ ഇതിഹാസം ക്രസ്പോ, ആന്ദ്രെ ഷെവ്ചെങ്കോ. ലൈനപ്പ് കാണുന്ന ഏതൊരാളും എളുപ്പത്തിൽ പറഞ്ഞേക്കാം വേറെന്ത് വേണം ലിവറിന്റെ ചീട്ട് കയറാനെന്ന്. കളി തുടങ്ങി 1-ാം മിനിറ്റിൽ തന്നെ കൃത്യമായി എണ്ണി പറഞ്ഞാൽ 56-ാം സെക്കൻഡിൽ ആന്ദ്രെ പിർലോ എടുത്ത സെറ്റ് പീസ് കൃത്യമായി പോസ്റ്റിലേക്ക് തൊഴിച്ചുവിട്ട് പോൾ മാൽഡീനി മിലാന് വേണ്ടി ആദ്യം നേടിയെടുക്കുന്നു. ആദ്യ പകുതിയിൽ തന്നെ 39-ാം മിനിറ്റിൽ ഹെർണൻ ക്രസ്പോ 2-ാം ഗോളും നേടുന്നു. ബ്രസീലിയൻ ഇതിഹാസം റിക്കാർഡോ കക്ക തളികയിലെന്നോണം നീട്ടി നൽകിയ മനോഹരമായ പാസിൽ നിന്നും 44-ാം മിനിറ്റിൽ രണ്ടാമതും ഹെർണൻ ക്രസ്പോ AC മിലാനു വേണ്ടി വലകുലുക്കുന്നു. ആദ്യ പകുതിയിലെ ലീഡ് 3-0. എതിരില്ലാത്ത 3 ഗോളിനെ AC മിലാൻ ലിവർപൂളിനെതിരെ മുന്നിട്ട് നിൽക്കുന്നു. 45 മിനിറ്റ് കൊണ്ട് തന്നെ ലിവർപൂളിന്റെ കളിയും കഥയും മിലാൻ മുന്നിൽ കഴിഞ്ഞെന്ന് വിലയിരുത്തിയവരുടെ മുന്നിലേക്ക് ശരിക്കുമുള്ള യുദ്ധം കാണിക്കുന്നത് ലിവർപൂൾ 2-ാം പകുതിയിലായിരുന്നു. 2-ാം പകുതി കളി പുനരാരംഭിച്ചു. 55-ാം മിനിറ്റിൽ തന്നെ AC മിലാന്റെ പ്രതിരോധ നിരക്കാരെക്കാളും ഉയർന്നു ചാടി സ്റ്റീവൻ ജെറാർഡ് മനോഹരമായി പന്ത് പോസ്റ്റിന്റെ വലത്തെ മൂലയിൽ എത്തിച്ചു. 2 മിനിറ്റിനുള്ളിൽ കൃത്യം 57-ാം മിനിറ്റിൽ സ്മൈസർ പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്ന് തൊടുത്ത ബുള്ളറ്റ് ഷോട്ട് ബ്രസീലിയൻ ഗോൾ കീപ്പർ ഹിഡയെയും പിരിച്ച് വലത്തകത്ത്. സ്കോർ 3-2. കമന്റേറ്റർ ബോക്സിനകത്ത് നിന്ന് പീറ്റർ ഡ്യൂർ വിളിച്ചു പറഞ്ഞു, മിറാക്കിൾസ് ആർ പോസിബിൾ. യെസ്, മിറാക്കിൾസ് ആർ പോസിബിൾ. പറഞ്ഞു തീർന്ന് 3 മിനിറ്റുകൾക്കകം ജെറാർഡിനെ പെനാൽറ്റി ബോക്സിൽ ഇറ്റാലിയൻ പ്രതിരോധം ഗട്ടുസോ വീഴ്ത്തുന്നു. പെനാൽറ്റി എടുക്കാൻ വന്ന സാബി അലോൺസോയുടെ ഷോട്ട് നിര തടുത്തു. തെറിച്ചു കിട്ടിയ പന്തിനെ പിന്നീട് കാണുന്നത് തുടരെയുള്ള അവസരങ്ങളും തുടരെയുള്ള പ്രതിരോധ തുറക്കലുകളും. ഗോളം നിറച്ച പല ഷോട്ടുകളും പ്രതിരോധങ്ങൾക്ക് മുന്നിൽ തട്ടിത്തകർന്നു വീണു. അധിക സമയവും കടന്ന് മത്സരം സമനിലയിൽ കലാശിച്ചു. മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. പെനാൽറ്റിയിലേക്ക് മിലാന് വേണ്ടി ആദ്യ കിക്കെടുത്ത് സെർജിഞ്ഞോയുടെ ഷൂട്ട് ലക്ഷ്യത്തിനും ഒത്തിരി ദൂരെ ചെന്നു. എന്നാൽ ചെമ്പടയ്ക്ക് വേണ്ടി കിക്കെടുത്ത ഡയറ്റ്മാർ ഹമൻ ലക്ഷ്യം കണ്ടു. സ്കോർ 1-0. AC മിലാന് വേണ്ടി കിക്കെടുത്ത ആന്ദ്രെ പിർലോ ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് പന്തിനെ എത്തിച്ചു കൊടുത്തു. ശേഷം കിക്കെടുത്ത സീസെ കൃത്യമായി ലിവർപൂളിന് വേണ്ടി വല ചലിപ്പിച്ചു. സ്കോർ 2-0. പിന്നീട് വന്ന ടോംസൺ, റിക്കാർഡോ കക്ക എന്നിവർ മിലാന് വേണ്ടി സ്കോർ ചെയ്തപ്പോൾ സ്മൈസർ തന്റെ അവസാന കിക്ക് ലക്ഷ്യത്തിലെത്തിച്ച് കിരീടം നേടി. യെസ്, മിറാക്കിൾസ് ആർ പോസിബിൾ. അത്ഭുതങ്ങൾ സാധ്യമാണ്. അത്ഭുതങ്ങളൊന്നും ഫുട്ബോളിൽ എപ്പോഴും. അങ്ങനെ ലിവർപൂൾ മിലാന്റെ കരൾ പറിച്ചെടുത്ത് ചാമ്പ്യൻസ് ലീഗ് കിരീടമുയർത്തി. ചരിത്രത്തിൽ മിറാക്കിൾ ഓഫ് ഇസ്താംബുൾ എന്ന് രേഖപ്പെടുത്തിയ മത്സരമായിരുന്നു. അതേ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.